ഇന്നത്തെ ക്ലാസ് സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റിയാണ്. സാമ്പത്തികം, അതായത് ഒരു സാമ്പത്തിക സുരക്ഷിതത്വം നമുക്ക് കൂടിയേ കഴിയൂ. അതിൽ സാമ്പത്തികം വരുന്ന വഴികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് സാമ്പത്തികം സ്വരൂപിക്കാം എന്നുള്ളതാണ്. അതിൽ ഫണ്ടമെൻ്റൽ നാച്ചുറൽ റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ്. അതാണ് നമ്മളുടെ പ്രകൃതി സമ്പത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രകൃതി സമ്പത്ത് സൂര്യപ്രകാശമാണ്. അത് വെറുതെ കിട്ടുന്നത് കൊണ്ട് ആരെങ്കിലും ശേഖരിക്കണുണ്ടോ? ആരും ശേഖരിക്കില്ല അത്. കാരണം എന്താണ്? അത് അൺലിമിറ്റഡ് ആണ്, വെറുതെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെ ശേഖരിച്ചിട്ട് വേണ്ട രീതിയിൽ റീയൂസ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഒരു മരം വളർന്നു, ഒരു ചെറിയ വിത്ത്, മരം വളർന്ന് വലിയൊരു തടിയായി. അപ്പം അത്രയും മാസ് സൃഷ്ടിക്കപ്പെട്ടതല്ലേ, പുതിയതായി ഉണ്ടായതല്ലേ. ഈ മരത്തിനെ കഷ്ണം എടുത്തിട്ട് ഒരു ചേമ്പറിനകത്തേക്ക് ഇട്ടാൽ അത് ഗ്യാസാക്കാം. ഈ തടിയെ ഗ്യാസാക്കാം. ആ ഗ്യാസ് കൊണ്ട് വണ്ടി ഓടിക്കാം. ഇപ്പോൾ വണ്ടി ഓടിക്കാനായിട്ട് ചിലവരുടെ ഗ്യാസ് ആക്കി മാറ്റുന്ന ടെക്നോളജിയല്ലേ ഉള്ളൂ. ഒരു എനർജിയെ മറ്റൊരു എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തെടുത്ത് ഗ്യാസാക്കി വണ്ടി ഓടിക്കാം, ആഹാരം പാകം ചെയ്യാം, തണുപ്പ് മാറ്റാം, പല വിധത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാം. ആ എനർജിയെ ശേഖരിക്കണം എന്ന സന്ദേശം ഇന്ന് നമ്മളുടെ എക്കണോമിസ്റ്റുകൾക്ക് കിട്ടിയിട്ടില്ല. എക്കോണമി ശാസ്ത്രം പഠിച്ചവർക്ക് ഇന്നേ വരെ ബോധ്യം വന്നിട്ടില്ല നമ്മുടെ പ്രകൃതി വിഭവം, പ്രകൃതി സമ്പത്തിലെ പ്രധാനപ്പെട്ടത് സൗരോർജ്ജമാണെന്ന്. നമുക്കെന്തറിയാം? ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജ്ജമാണ് ഭക്ഷണം എന്ന് നമുക്കറിയാം. അപ്പോൾ ഭക്ഷണം ഉണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? സൗരോർജ്ജം ശേഖരിച്ചാൽ മതി എന്ന് നമുക്ക് പിടികിട്ടി. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ? സൗരോർജ്ജം തന്നെയാണ്. പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജ്ജമാണ് വെള്ളം. ഇനി വായു എന്ന് പറഞ്ഞാലോ ദി സെയിം. വായു എന്ന് പറഞ്ഞാലും സൂര്യപ്രകാശത്തിൻ്റെ പുനരാവിഷ്കാരമാണ്. പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജ്ജമാണ് വായു. അപ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വെള്ളവും വായുവും എവിടുന്നാണ് വരേണ്ടത്? സൗരോർജ്ജത്തിൽ നിന്നാണ് വരണേ. അത് ശേഖരിക്കണ്ടേ? ശേഖരിക്കാൻ ആർക്കാ കഴിയുക? സസ്യജാലങ്ങൾക്ക് മാത്രമേ അത് ശേഖരിച്ച് വയ്ക്കാൻ പറ്റൂ. അപ്പോൾ അത് ശേഖരിക്കണമെന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഇരിക്കുന്നത് ആ രാജ്യത്ത് പതിക്കുന്ന സൗരോർജ്ജത്തെ എത്ര എഫിഷ്യൻ്റായിട്ട് ശേഖരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ്. അതിന് പകരം നമ്മളിപ്പോൾ എന്താ നോക്കണേ? നമ്മുടെ GDP എന്ന് പറയുന്നത്, നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിൻ്റെ മാനദണ്ഡം നോക്കുന്നത് ഷെയർ മാർക്കറ്റിൻ്റെ വില. ഷെയർ മാർക്കറ്റ് എങ്ങനെയുണ്ട്, പോകുന്നു, അതൊരു മാനദണ്ഡമാണ് എടുക്കണേ. അതേപോലെ തന്നെ വൻകിട കമ്പനികളുടെ വരുമാന മാർഗം, ഇതൊക്കെയാണ് GDPയിൽ വരുന്നത്. യഥാർത്ഥത്തിൽ GDPയിൽ വരേണ്ടത് ഈ രാജ്യത്ത്, ഇപ്പോൾ ഭാരതമാണെങ്കിൽ ഭാരതത്തിൽ പതിക്കുന്ന സൗരോർജം എത്ര പെർസെൻറ്റേജ് സ്വീകരിക്കുന്നുണ്ട്, അതിനെ ആശ്രയിച്ചിട്ടാണ് സാമ്പത്തിക സുരക്ഷിതത്വം വരിക. ഒരു സൗണ്ട് ഇക്കോളജിക്ക് മാത്രമേ ഒരു സൗണ്ട് എക്കോണമി ഉണ്ടാക്കാൻ പറ്റൂ. അതായത് സുരക്ഷിതമായ ഒരു എക്കോണമി, സാമ്പത്തിക സുരക്ഷിതത്വം വേണമെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് ഇക്കോളജി അവിടെ വീഴുന്നതിന് മുഴുവൻ നമ്മൾ ശേഖരിക്കണം. എങ്ങനെ ശേഖരിക്കണം? ഒരു മഴക്കാട്ടിലെന്ന പോലെ. ഒരു മഴക്കാട് എങ്ങനെയാണ് അത് ശേഖരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഇരിക്കുക. അപ്പോൾ നമ്മൾ സാധാരണ കാടിനെ പറ്റി പഠിച്ചത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ സെൻറ്റർ എന്നാണ്. ഫുഡ് പ്രൊഡക്ഷൻ സെൻറ്ററാണ്. കാട് നിന്നിടം വെട്ടി വെളുപ്പിച്ചിട്ട് നമുക്ക് കൃഷി ചെയ്യാം. അല്ലെ കാട്ടിൽ നിന്നും പുഴ ഒഴുക്കി കൊണ്ടുവന്ന് ഇട്ട് തന്ന കുട്ടനാട് പോലെയുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ഭക്ഷണം ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? കാടല്ലേ? അപ്പോൾ സാമ്പത്തിക സുരക്ഷിതത്തിൻ്റെ കേന്ദ്രം കാടാണ്. അവിടെയാണ് എനർജി കൂടുതലായി ശേഖരിക്കപ്പെടുക. ഒരു രശ്മി പോലും പാഴാക്കാതെ ശേഖരിക്കുന്നത്
അവിടെയാണ്. ഇപ്പോൾ കാട് വെട്ടിക്കളഞ്ഞാൽ, കാടില്ലാണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യം സാമ്പത്തികമായി ഒരിക്കലും സുരക്ഷിതമാവില്ല. പരമാവധി എഫിഷ്യൻ്റായിട്ട് ഇതിനെ ശേഖരിക്കണം. അപ്പോൾ അതൊരു വഴിയാണ്. മറ്റൊരു വഴിയാണ് നമ്മളെ ഒരു സാമ്പത്തിക സ്വരൂപത്തിന് വേണ്ടതാണ് നമ്മുടെ മിനറലുകൾ, മെറ്റലുകൾ. അതിലെ ഇരുമ്പ്, ചെമ്പ്, ഒരുപാട് മെറ്റലുകൾ നമ്മൾ ഖനനം ചെയ്തെടുക്കും. നമ്മുടെ മണ്ണിലുണ്ടായിരുന്ന ഖനനം ചെയ്തെടുക്കും. സ്വർണം ഖനനം ചെയ്തെടുക്കുന്നതാണ്, മലയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്നതാണ്. പണ്ടുകാലത്ത് ഇത് മുഴുവൻ രാജാക്കന്മാർ സ്വർണ്ണ സിംഹാസനത്തിലിരുന്നിരുന്നു. അത് ഖനനം ചെയ്തെടുത്ത സ്വർണമാണെന്ന് കരുതാൻ പറ്റുമോ? ഒരു സ്വർണ്ണ സിംഹാസനം വേണമെന്നുണ്ടെങ്കിൽ എത്ര കിലോ സ്വർണം വേണം? അതിന് എത്ര മല പൊടിച്ചാലായിരിക്കും കിട്ടുക? അന്ന് അതിൻ്റെ ടെക്നോളജി ഒന്നുമില്ല. അപ്പോൾ ഈ സ്വർണം, വില കുറഞ്ഞ മെറ്റലുകളെ വില കൂടിയ സ്വർണങ്ങളാക്കി മാറ്റുന്നതിനൊരു വിദ്യ ഭാരതത്തിനുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഭാരത് വിദ്യ, അല്ലെങ്കിൽ ഭാരത് വിജ്ഞാനം, അല്ലെങ്കിൽ സ്വർണ്ണ വിജ്ഞാനം, രസതന്ത്രം എന്നെല്ലാം പറയുക. ഭാരത് എന്ന് പറഞ്ഞാൽ രസമാണ്, രസം, മെർക്കുറി. ഈ ഒരു വിജ്ഞാനം ഭാരതത്തിൻ്റെ ഒരു പൈതൃകമായി ഉണ്ടായിരുന്ന ഒരു അറിവായിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഏതാണ്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. നേരത്തെ നമ്മളൊരു ശാസ്ത്രം പഠിച്ചായിരുന്നു, ഭാരതത്തിന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ ഒരു ശാസ്ത്രം, ശബ്ദശാസ്ത്രം നഷ്ടപ്പെട്ടു പോയ പോലെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു അറിവാണിത്. ഇതിനെ തിരിച്ച് നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ആ വിജ്ഞാനത്തെ നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ പറ്റുമോ? അത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യം. നമുക്ക് പറ്റും. ഒരു വിദേശിക്ക് ഈ പുസ്തകങ്ങളെല്ലാം കൊണ്ടുപോയി, പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താ? മരണപ്പെട്ട ശബ്ദമാണ് പുസ്തകം. ആ പുസ്തകം കൊണ്ടുപോയാൽ അവിടെ ചെന്ന് അവർക്ക് ഒരു പിടിയും കിട്ടിയല്ലേ. ചത്ത സാധനമാണ് കയ്യിലിരിക്കുന്നത്, അവരുടെ കയ്യിലിരിക്കണത്. അതിനകത്തുനിന്ന് അവർക്ക് അതിനെ ജീവൻ വെപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതായത് അതിൽ നിന്നും ആ പ്രാക്ടിക്കലായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. എന്നാൽ ഭാരതത്തിൽ ജനിച്ച സകലർക്കും പറ്റും. എന്താ കാരണം? ശബ്ദം ഇവിടെ ഉണ്ട്, അറിവ് ഇവിടെ ഉണ്ട്, അറിവ് ഇവിടെയൊക്കെ ഉണ്ട്. നമുക്ക് പറ്റും എന്ന് പറയണം, സായിപ്പിന് പറ്റില്ല എന്ന് പറയാൻ കാരണം എന്താണ്? അതിനാണ് നേരത്തെ ജീനിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മുടെ ജീനിൽ പാരമ്പര്യമായ ഈ അറിവ് ഇരിപ്പുണ്ട്, നമ്മുടെ ജീനിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ പൂർവികരായ സന്യാസിമാർ അവരുടെ വംശപരമ്പരയായി നമ്മൾ വന്നതുകൊണ്ട് ആ അറിവ് നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമുക്ക് മാത്രമായിരിക്കും ഇത് പുനർജനിപ്പിക്കാൻ പറ്റുക, വേറുള്ളവർക്ക് പറ്റില്ല. പരമ്പരാഗതമായി നമ്മളുടെ ഉള്ളിൽ ഈ അറിവ് ഇരിപ്പുണ്ട്. അതിൽ 2 സിദ്ധികളായിരുന്നു പണ്ട് കാലത്ത് നേടിയിരുന്ന മനുഷ്യർ. 2 സിദ്ധികൾ. ദേഹസിദ്ധി എന്ന് പറയുന്ന ഒന്ന്, ദേഹത്തിൻ്റെ സിദ്ധി. അത് നേരത്തെ എഴുതി, ദേഹസിദ്ധി എന്നും ലോഹസിദ്ധി എന്നും പറഞ്ഞ 2 സിദ്ധികൾ. ഈ രണ്ടും നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ നമുക്ക് വളരെ എളുപ്പം കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ദേഹസിദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ദേഹസിദ്ധി യൗവനം നിലനിർത്തുക, വയസ്സാകാതെ നിലനിർത്തുക. ഇന്ന് ലോകം മുഴുവൻ ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണിത്, ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞിട്ട്. ആൻറ്റി ഏജിങ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഗവേഷണം നടക്കുകയാണ്. പക്ഷെ ഒരിടത്തും അവർക്ക് എത്താൻ പറ്റില്ല. എത്തണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിലേക്ക് വരണം. കാരണം ഭാരതത്തിൽ ദേഹസിദ്ധി എന്ന് പറയുന്ന ഒരു നോളജ് ഇവിടെ ഉണ്ടായിരുന്നു. കുറേ സിദ്ധികൾ നമുക്ക് ദേഹത്തെ നേടിയെടുക്കാൻ പറ്റും. അതിനവരുപയോഗിച്ച മെറ്റൽ എന്ന് പറയുന്നതാണ് മെർക്കുറി. പല വിധത്തിലുള്ള ഔഷധങ്ങളെ, സസ്യങ്ങളുടെ ഔഷധങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് മെർക്കുറിയുമായി മിക്സ് ചെയ്ത് എഡിബിളാക്കി മാറ്റും. അത് കഴിക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് മാറ്റും.
ഇപ്പോൾ ഇവരുടെ സിത്തയിൽ നീറ്റ് ഭസ്മങ്ങൾ എന്ന് പറഞ്ഞൊരു സാധനമില്ലേ? നീറ്റ് ഭസ്മങ്ങൾ സിത്തയിലുള്ളതാണ്, മരുന്നാണ്. ലോഹത്തെ തന്നെ എഡിബിളാക്കി എടുക്കുകയാണ്. ഇരുമ്പിന് ആ ഇരുമ്പ് ഈ ലോഹത്തെ ഭസ്മങ്ങളാക്കി എഡിബിളാക്കി എടുക്കും, ശരീരത്തിന് ദോഷമല്ലാത്ത രീതിയിൽ. അതിൻ്റെ അറിവ് ഇപ്പോഴുണ്ട് ആളുകൾ. സ്വർണം കൊടുക്കും. സ്വർണം നമ്മളിവിടെ സ്വർണം കൊടുക്കുമായിരുന്നു പിള്ളേർക്ക്. എങ്ങനെയാ കൊടുക്കുക? എങ്ങനെ? വയമ്പിനകത്ത് കയറ്റിയിട്ട്, സ്വർണ്ണ നൂല് വയമ്പിനകത്ത് കയറ്റിയിട്ട്, എന്നിട്ട് എങ്ങനെ? ചാണകല്ലിൽ ഉരയ്ക്കും. എന്തു കൂട്ടി ഉരച്ചാലാണ് അത് കഴിക്കാൻ പറ്റുക? തേൻ പറ്റില്ല. വയമ്പിനകത്ത് സ്വർണ്ണ നൂല് കയറ്റും, എന്നിട്ട് ചാണകല്ലിൽ ഉരയ്ക്കും. പക്ഷേ തേൻ തൊട്ടാൽ പറ്റില്ല. തേൻ കൊച്ചിന് കൊടുക്കാൻ വേണ്ടി തേൻ തൊടാം. പക്ഷേ ഇത് ശരീരം എടുക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു സാധനം കൂടി അവർ ചേർക്കും. വെറ്റിലച്ചാറ്, മനസ്സിലായില്ലേ? വെറ്റിലച്ചാറിൽ ഉരച്ചിട്ട് തേൻ ചേർത്ത് കൊടുക്കും. അപ്പം ഒരു കൂട്ട് അവർക്കറിയാമായിരുന്നു. ഒരു മെറ്റലിനെ ശരീരത്തിനെ കൊണ്ട് എടുപ്പിക്കാനുള്ള ഒരു കൂട്ട് നമ്മുടെ പൂർവ്വർക്ക് അറിയാമായിരുന്നു. ഇനി വെറ്റിലച്ചാറിൽ ചേർക്കാതെ കൊടുത്താൽ എന്തായിരിക്കും പറ്റുക? കൊച്ചിൻ്റെ കിഡ്നി പോവും. കൊച്ചിൻ്റെ കിഡ്നി മെറ്റൽ ആസിറ്റീസ് നമുക്ക് കഴിക്കാനുള്ളതല്ല, മനസ്സിലല്ലേ? മെറ്റല് നമുക്കിപ്പോൾ ഇരുമ്പ് വേണം, രക്തം ഉണ്ടാകുന്നില്ല, അയൺ വേണം. ചാണകല്ലിൽ ഇരുമ്പ് ഉരച്ചിട്ട് കഴിച്ചാൽ മതിയോ? പറ്റില്ലല്ലോ. അതുപോലെ പോകും. ഇനി എടുപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും വിധത്തിൽ ചെയ്തത് പാളിപ്പോയാൽ എൻ്റെ കിഡ്നി അടിച്ചു പോകും. കിഡ്നിയും പോവും, ലിവറും പോവും. അതാണ് ഞാനിപ്പോൾ ഈ സിദ്ധയിൽ നീറ്റ് ഭസ്മങ്ങൾ ഉപയോഗിക്കണം പേടിയാണ്, ഉപയോഗിക്കരുത് എന്ന് പറയും. കാരണം പണ്ടുണ്ടായിരുന്നവരുടെ അറിവ് ഉള്ളവർക്ക് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം അത് അത്ര പ്രോപ്പറായിട്ട് അവർ ചെയ്തെടുക്കാനുള്ള കഴിവ് തീർത്തും ഉള്ളതായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ആ നീറ്റ് ഭസ്മങ്ങൾ കഴിച്ചാൽ രോഗം മാറിയെന്നിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്. സോറിയാസിസ് മാറ്റിയ നീറ്റ് ഭസ്മം കഴിച്ച് സോറിയാസിസ് മാറ്റിയ പേഷ്യൻറ്റിൻ്റെ അടുക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ക്രിയാറ്റിൻ കൂടി, കിഡ്നി പ്രശ്നമായി. അപ്പോൾ പിന്നെ ഒരിടത്തു നിന്ന് രക്ഷപ്പെട്ടിട്ട് വല്ല പ്രശ്നമുണ്ടോ? അത് പണ്ടത്തെ അറിവ് പൂർണ്ണമായും കൈമാറി വരാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതായിട്ട് കുഴപ്പമില്ലാതെ പോകുമായിരിക്കും. ആയുർവേദത്തിൽ ഈ യൗവനം നിലനിർത്തുന്ന, എന്നെന്നും യൗവനം നിലനിർത്തുന്ന ഒരു ചികിത്സാ ശാസ്ത്രം ഉണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ പേര്? കായകൽപ്പം എന്ന് പറയുന്ന ഒരു പേരുണ്ടായിരുന്നു. കായകൽപ്പം എന്ന് പറയുന്ന ഒരു അറിവുണ്ടായിരുന്നു. ഇന്നുണ്ടോ അത്? ആരാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആണ്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പാലക്കാട് ആരാണ്ടോ ചെയ്യണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരാൾ പറഞ്ഞു പാലക്കാട് ഒരാൾ ചെയ്യുന്നുണ്ട്, സാർ പോയി അയാളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യണം എന്നെൻ്റെ പറഞ്ഞു. പക്ഷേ മുക്കും മൂലയും ഇച്ചിരിയൊക്കെ അറിയാം. കംപ്ലീറ്റ് ആയിട്ടുള്ള അറിവ് ഇന്ന് ആരുടെ പക്കലും ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ഉടക്കി അവർ വെച്ചേക്കുമോ? പുറത്ത് വരില്ലേ? ആളുകൾക്ക് അത് കൊടുത്തിട്ട് കാശുണ്ടാക്കാനുള്ള നല്ലൊരു മാർഗ്ഗമല്ലേ? ഏറ്റവും നല്ല മാർഗ്ഗമല്ലേ അത്? പക്ഷേ അത് അങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഭൂമിയുടെ അകത്ത് ഡൂം പോലെ ആക്കി ഗർഭഗ്രഹം. ആദ്യം കായകൽപ്പ ചികിത്സയ്ക്ക് വേണ്ടത് ഗർഭഗ്രഹം എന്ന് പറയുന്നൊരു സാധനമാണ്. ഒരു വീട് വേണം ആദ്യം. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ നമ്മൾ വളർന്നത് ആ രീതിയിൽ വളരാൻ പറ്റിയ ഒരു ഭൂമിയുടെ ഗർഭപാത്രം സൃഷ്ടിക്കും. അതിനകത്ത് ആണ് പിന്നെ ഇവർ ജീവിക്കേണ്ടത്. എത്രയോ നാളുകൾ അതിനകത്ത് ജീവിക്കണം. എന്നിട്ട് അവരുടെ മുടിയും പൊഴിഞ്ഞു പോകും, നഖവും പൊഴിഞ്ഞു പോകും, പല്ലും പൊഴിഞ്ഞു പോകും. എന്നിട്ട് ഇത് വീണ്ടും വരും. പല്ല് വരും. പല്ല് രണ്ടാമത് വരില്ലേ? നമ്മളെ പഠിപ്പിച്ചിരിക്കണ വരില്ലെന്നാണ്. പക്ഷേ ആദ്യം വന്ന പല്ല് പോയിട്ട് രണ്ടാമത് പല്ല് വന്നില്ലേ? ജനിച്ചു കഴിഞ്ഞൊരു പല്ല് വന്നു, ആ പല്ല് പോയിട്ടൊരു പുതിയ പല്ല് വന്നില്ലേ? അങ്ങനെയാണെങ്കിൽ 90 കഴിഞ്ഞാൽ ആ പല്ല് പോയിട്ടും പുതിയ പല്ല് വരാനുള്ള സാധ്യത അവിടെ ഇല്ലേ? ഉണ്ടല്ലോ. ഒരിക്കൽ പൊഴിഞ്ഞു പോയിട്ട് തിരിച്ചു വന്നെങ്കിൽ
അത് വീണ്ടും ആവർത്തിക്കാനുള്ള ടെൻഡൻസി ശരീരത്തിനുണ്ടാവില്ലേ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് പണ്ടുള്ളവർ കായകൽപ്പം ചെയ്തിരുന്നത്, കായകൽപ്പ ചികിത്സ ചെയ്തു വന്നിരുന്നത്. ഒരുപാട് നഷ്ടപ്പെട്ടു പോയി. നമുക്കൊരു ഗർഭഗൃഹം ഉണ്ടാക്കണം. ഇപ്പം നമ്മൾ ഇക്കോളജി പഠിച്ചിരിക്കുകയാണ്. ഇക്കോളജി പഠിച്ചവർ ഒരു ഗർഭഗൃഹം ഉണ്ടാക്കണം. എന്തുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി? ഇക്കോളജി വെച്ച് നമ്മൾ ഉണ്ടാക്കും, ഗർഭഗൃഹം ഉണ്ടാക്കും. എന്ത് വെച്ചുണ്ടാക്കിയാൽ അതിനകത്തിരിക്കുന്നത് ഒരു കുഴപ്പമില്ലാതെ ഇരിക്കും? ഏത് മണ്ണ്? ഏത് മണ്ണ് കൊണ്ടുണ്ടാക്കിയാൽ ഇരിക്കും? അതൊന്നും കിട്ടില്ല. ലിവിങ് കാർബൺ കൊണ്ടുണ്ടാക്കിയ വീട് വേണം. ലിവിങ് കാർബൺ നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് അതല്ലേ? എന്താ അത്? കക്ക പൊടിച്ചെടുത്ത പൊടിയില്ലേ, അത് ലിവിങ് കാർബണാണ്, ജീവനുള്ള കാർബണാണ്. അതിന് പ്രത്യേക ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയാൽ, അതുകൊണ്ട് പ്രത്യേക ഒരു ഷേപ്പ്, ഒരു ഡൂം ഉണ്ടാക്കിയാൽ അതിനകത്ത് മനുഷ്യന് ഗർഭഗൃഹമായി. കായകൽപ്പത്തിൻ്റെ ആദ്യ പടിയെ, കായകൽപ്പം തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യ പടി എന്ന് പറയുന്നത് ഗർഭഗൃഹം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുമ്മായം എന്ന് പറഞ്ഞാൽ എന്താ? ലിവിങ് കാർബണെ നീറ്റി കൊന്നതാണ്. നമ്മൾ ഇക്കോളജി പഠിച്ചപ്പോൾ എന്താ പഠിച്ചേ? ലിവിങ് കാർബൺ വേണം. എന്തുകൊണ്ട് നമ്മൾ ചാരം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു? തടിയുടെ ചാരമല്ല വേണ്ടത്, തടി പൊടിഞ്ഞു ചേർന്ന കാർബൺ വേണം. അത് ലിവിങ് കാർബണാണ്, ജീവനുള്ള കാർബണാണ്. അതിനകത്ത് എന്താ ഉള്ള? ആ കാർബണിനകത്ത് ജീവനുണ്ട്. അതെന്താ? അത് സൂര്യ സന്ദേശമുണ്ട്, സൂര്യൻ്റെ എനർജിയും ഉണ്ട്. മനസ്സിലല്ലേ? സൂര്യൻ്റെ എനർജി ആ കാർബണിനകത്തുണ്ട്. കത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം ആവിയായി മേലോട്ട് അന്തരീക്ഷത്തിലേക്ക് അത് പോകും. ചത്തിരിക്കണം. അതുകൊണ്ടുണ്ടാക്കിയാൽ ഇരിക്കാൻ പറ്റില്ല. ആര്? സൂര്യനുള്ളതുകൊണ്ടോ? സൂര്യനിൽ നിന്നും ചേർത്ത എനർജിയാണ് കത്തിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത്, അല്ലേ? സൂര്യനിൽ നിന്നും വന്ന എന്താ? ചൂടും വെളിച്ചവും. കത്തിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് എന്താ? ചൂടും വെളിച്ചവും. അപ്പോൾ ആ കരിയിലയുടെ അകത്തുണ്ടായിരുന്ന ഏതാണ്? ചൂടും വെളിച്ചവുമാണ് വെളിയിലേക്ക് വന്നത്. സൂര്യനിൽ നിന്നും ആ പച്ചലയ്ക്ക് ജീവനുണ്ടായിരുന്ന സമയത്ത് അതിലെ കാർബണിൽ ശേഖരിച്ച് വെച്ചതാണ് കത്തിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയത്. പിടികിട്ടിയല്ലോ? തിരിച്ചു കിട്ടിയതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കായകൽപ്പത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് മറികടക്കാം. അതായത് ഒരു ഡൂം ഉണ്ടാക്കണം. ആ ഡൂമിൻ്റെ ആകൃതി ഏതായിരിക്കണം? ആമയുടെ തോട്. ഇതെല്ലാം ഇപ്പം തലയിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണർന്ന് വരാൻ തുടങ്ങി, അതല്ലേ? ആമയുടെ തോട്. കാരണം ആമയാണ് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത്. അത് അതിൻ്റെ ഷെയ്പ്പാണ്. ആ ഷെയ്പ്പ് ആകാശത്തിൻ്റെ മൂലരൂപമാണ്. ക്ഷേത്രങ്ങളുടെ കുംഭഗോപുരങ്ങൾ സൃഷ്ടിച്ചിരുന്നത് ആകാശത്തിൻ്റെ മൂലരൂപത്തെ ഉപയോഗിച്ചിട്ടാണ്. ആ ഡൂം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ പ്രത്യേകത എന്താ? ശബ്ദശാസ്ത്രമാണ്. അതിനകത്ത് ശബ്ദം പ്രതിധ്വനിച്ച് 7 പ്രാവശ്യം പ്രതിധ്വനിച്ചാൽ അത് ഇലക്ട്രിക്കൽ എനർജിയായി. അപ്പോൾ ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയുമായി പ്രതിധ്വനിച്ച് ഇലക്ട്രിക്കൽ എനർജിയും മാഗ്നറ്റിക് എനർജിയുമായി. അതിനകത്ത് കഴിക്കുന്ന സാധനങ്ങൾ ദഹിച്ചു വരുമ്പോൾ അറ്റോമിക് എനർജിയും വേവ് എനർജിയായി. പിന്നെ ചാകില്ല അതിനകത്തിരുന്ന്. അതായത് ജീവൻ്റെ 7 എനർജികളും 6 എനർജികളും അതിനകത്ത് ഉണ്ടാകും. ആ ഡൂമിൻ്റെ പ്രത്യേകതയാണ്. പഠിക്കാം. അങ്ങനെയായി പരിപൂർണമായും ശുദ്ധീകരിച്ചെടുത്ത രസം, രസം ചേർന്ന ഔഷധം ദേഹത്തിനകത്തേക്ക് ചെന്നാൽ മാത്രമേ
സിദ്ധികൾ വരും, സിദ്ധികളുണ്ടാവും മനുഷ്യന് സിദ്ധികൾ വേണമെന്ന് പറഞ്ഞല്ലേ തപസ് ചെയ്യുക. തപസ് ചെയ്തിട്ട് സിദ്ധികൾ നേടിയെടുക്കും. ഏതെല്ലാം സിദ്ധികൾ അറിയാം? പരകായ പ്രവേശം, അഷ്ടസിദ്ധികൾ. അതിൽ 4 പ്രധാനം: അണിമ, മഹിമ, ലഘിമ, പ്രാപ്തി. 4. ഇത് സിദ്ധിയാണ്, ദേഹസിദ്ധിയാണ്, ദേഹത്തിനുള്ള സിദ്ധിയാണ്. ഈ സിദ്ധി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്? ഈ രസം വേണം. രസം എഡിബിളാക്കി എടുക്കണം, എഡിബിളാക്കി അകത്ത് ചെല്ലണം. അത് ചില ഔഷധ കൂട്ടി ചേർത്തിട്ട് എഡിബിളാക്കി കഴിച്ചിരുന്നു. അങ്ങനെയാണ് മനുഷ്യർ ദേഹസിദ്ധികൾ നേടിയിരുന്നത്. അണിമ എന്ന് പറഞ്ഞാൽ അണുവിനെ പോലെ ചുരുങ്ങിക്കളയുക. ചുരുങ്ങുക എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? അപ്രത്യക്ഷമാകും. ഒരാളിങ്ങനെ നിൽക്കുകയാണ്, അണിമ എന്നുള്ളൊരു സിദ്ധിയുള്ള ആളിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപ്രത്യക്ഷമാകാം, അത് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അതൊരു സിദ്ധിയാണ്. ആ സിദ്ധി ദേഹസിദ്ധിയാണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ മെർക്കുറി വേണം, രസം വേണം. മഹിമ എന്ന് പറഞ്ഞാലോ പർവ്വതം പോലെ വലുതാകാൻ. അതായത് ശ്രീകൃഷ്ണൻ എന്താ കാണിച്ചത്? വിശ്വരൂപം കാണിച്ചു, ആളുകളെ ഞെട്ടിച്ചു കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ശ്രീകൃഷ്ണൻ എന്തറിയാമായിരുന്നിരിക്കണം? മെർക്കുറിയെ പറ്റി, ആ ലോഹസിദ്ധി അറിയാമായിരുന്ന ആളാണ്. ഭാരത വിദ്യ അറിയാവുന്നവരിൽ ഒരാളാണ് ശ്രീകൃഷ്ണൻ. കാരണം ദേഹം വിശ്വത്തിൻ്റെ രൂപമാക്കി കാണിച്ചു കൊടുത്തു. അണിമ, മഹിമ, ലഘിമ, ഭാരമില്ലാത്ത അവസ്ഥ. ഭാരമില്ലാതെ അന്തരീക്ഷത്തിൽ നടക്കാം, വെള്ളത്തിന് മീതെ നടക്കാം. വെള്ളത്തിന് മീതെ നടന്ന ആരായിരുന്നു? യേശുദേവൻ അറിയാമായിരുന്നിരിക്കണം ഇത്. മനസ്സിലായില്ലേ? നടന്നിരുന്നോ? ഈ സിദ്ധി കിട്ടിയിട്ടുള്ളവരൊക്കെ വെള്ളത്തിന് മീതെ നടക്കും, ആകാശത്തൂടെ പറക്കും. അണിമ, മഹിമ, ലഘിമ. അത് കാരണം ഇത് അറിയാമായിരുന്നു. നമ്മളുടെ ഈ വളരെ രഹസ്യമായിട്ടുള്ളൊരു സാധനമൊന്നും അല്ലായിരുന്നു. ആളുകൾ പബ്ലിക്കായിട്ട് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കും, കഴിച്ച് കാണിച്ചു കൊടുത്ത്, പറന്ന് നടന്ന് കാണിച്ചു കൊടുത്ത സാധനങ്ങളാണ്. ഇതെല്ലാം ഭാരതത്തിൻ്റെ അറിവിൽ ആയിരുന്നു. അപ്പം നമുക്ക് അണിമ, മഹിമ, ലഘിമ, പ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ഗരിമയുണ്ട്, ഇതിൻ്റെ ഏതാണ്ട് സബ്ബാണ്. 4 എണ്ണമുണ്ട്. ഈ 4 എണ്ണത്തിൻ്റെ ഓരോന്നിനും സബ്ബുണ്ട്. അപ്പോൾ പ്രാപ്തി എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടകാര്യങ്ങൾ സാധിക്കുക എന്നുള്ളത്, പ്രാപ്തമാകുക. എനിക്ക് ഇഷ്ടമുള്ള കാര്യം പ്രാപിച്ചെടുക്കാൻ ഉള്ള കഴിവ്. ഇത് വളരെ പ്രധാനപ്പെട്ട സിദ്ധികളായിരുന്നു. ഇക്കോളജിയിൽ വരുമ്പോൾ, ഇക്കോളജി ശാസ്ത്രത്തിൽ വരുമ്പോൾ ഈ സിദ്ധികളൊന്നും സിദ്ധികളല്ല, സ്വാഭാവികതയാണ്. അതായത് മനുഷ്യൻ്റെ നെക്സ്റ്റ് എവല്യൂഷനാണ്. ഇന്നത്തെ മനുഷ്യനിൽ നിന്നും അടുത്ത എവല്യൂട്ടഡ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഈ പറയുന്ന സിദ്ധികൾ എന്ന് പറയുന്ന സാധനങ്ങൾ. അതായത് അവന് വിധിച്ച അന്നങ്ങൾ കഴിച്ചാൽ അവൻ എന്താ വായുപുത്രനാണ്. വായുവിലൂടെ അവന് സഞ്ചരിക്കാൻ പറ്റും, അപ്രത്യക്ഷമാകാൻ പറ്റും. ഇതെല്ലാം ഒരു ഇക്കോളജി ശാസ്ത്രം വരുമ്പോൾ ഇത് വളരെ ഇതൊരു സ്വാഭാവികമായ മനുഷ്യൻ്റെ എവല്യൂഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇക്കോളജി വഴിയിൽ നേരത്തെ എടുത്തത് മെറ്റലിന് പല സാധനങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് എഡിബിളായിരുന്നു, അത് കുഴപ്പക്കാരനാണ്. ഇക്കോളജി വഴിയിൽ ഈ രസത്തിനെ എഡിബിളാക്കാനുള്ള വഴി എന്താ? കത്തിച്ച് കളഞ്ഞാൽ പോയില്ലേ? സസ്യത്തിലൂടെ എടുക്കണം, ഒരു ചെടിയിലൂടെ എടുക്കണം. കാരണം നമുക്ക് വളരെ പ്രധാനമായിട്ടൊരു കാര്യം അറിയാം.
സസ്യത്തിൻ്റെ ടെക്നോളജിയുടെ മുന്നിൽ മനുഷ്യൻ്റെ ടെക്നോളജി വട്ടപൂജയാണെന്നറിയാം. ഇപ്പോൾ ഒരു പച്ചവെള്ളം കുടിക്കുന്ന കരിമ്പിന് അതിനെ പഞ്ചാര വെള്ളമാക്കി മാറ്റാം. മനുഷ്യന് ഒരു ട്യൂബിലൂടെ ഒരു വശത്തുകൂടി പച്ചവെള്ളം കൊടുത്താൽ മറുവശത്തുകൂടി കരിമ്പിൻ്റെ ജ്യൂസ് പോലത്തെ മധുരമുള്ള ജ്യൂസ് കൊണ്ടുവരാൻ പറ്റുമോ? ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കരിമ്പിൻ ജ്യൂസിൽ നിന്ന് ഉണ്ടാക്കിയ പഞ്ചാര കലക്കാൻ പറ്റും. എവിടെ തുടങ്ങി? കരിമ്പിൻ ജ്യൂസിൽ നിന്ന് ഉണ്ടാക്കിയ പഞ്ചാര കലക്കിയാൽ അപ്പുറത്തുകൂടി പഞ്ചാര വെള്ളം വരും. അല്ലാതെ പച്ചവെള്ളം കയറ്റി വിട്ടിട്ട് മറുവശത്തുകൂടി പഞ്ചാര വെള്ളം കരിമ്പിൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ മനുഷ്യന് പറ്റില്ല. അപ്പോൾ സസ്യത്തിൻ്റെ ടെക്നോളജി എത്ര വലിയതാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. മണ്ണിനെ വലിച്ചെടുത്തു, വെള്ളത്തെ വലിച്ചെടുത്തു, വായുവിനെ വലിച്ചെടുത്തു, സൂര്യനെ വലിച്ചെടുത്ത്, ശബ്ദവും കൂടി വലിച്ചെടുത്തിട്ട് തക്കാളിയാക്കി തന്നു. ഒരു സസ്യത്തിൻ്റെ ടെക്നോളജിയാണ്. പഞ്ചഭൂതങ്ങൾ 5 ഇവിടെ ഉള്ളതല്ലേ? ഈ പഞ്ചഭൂതങ്ങൾ 5ഉം കൂടി നിശ്ചിത റേഷ്യോയിൽ കയറ്റി വിട്ടിട്ട് ഇപ്പുറത്ത് തക്കാളി ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഈ തക്കാളിയുടെ ഒരു കോശം എടുത്തിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും, അത് നടക്കും. പക്ഷെ ആ ഒരു കോശം ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ്റെ ടെക്നോളജി, സസ്യങ്ങളുടെ ടെക്നോളജിയുടെ മുന്നിൽ മനുഷ്യൻ്റെ ടെക്നോളജി ഒന്നുമല്ല. അപ്പം നമുക്കെന്താ, ഇത് മനസ്സിലാക്കിയ ഇക്കോളജി പഠിച്ച നമ്മൾ ഈ രസത്തെ എടുത്ത് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണം? രസത്തെ അതിൻ്റെ ഉയർന്ന തലത്തിലുള്ള സ്വർണമാക്കി മാറ്റി നമുക്ക് കൺസ്യൂം ചെയ്യണം. എന്ത് ചെയ്താൽ മതി? സസ്യത്തിലൂടെ കയറ്റി വിട്ടാൽ മതി. അത് ഏത് സസ്യമാണ്? ഹെവി മെറ്റൽ വരും. എപ്പോ? ഇപ്പം ഞാൻ പറയട്ടെ, മെർക്കുറി, ഒരു ഫാക്ടറിയിൽ നിന്നുമുള്ള വേസ്റ്റിനകത്ത് മെർക്കുറി ഉണ്ട്. ആ മെർക്കുറി ഒരു മീനിൻ്റെ അകത്ത് വന്നു. നിങ്ങൾ ആ മീൻ കഴിച്ചു, പോയിസണാണ്. മനസ്സിലായില്ലേ? അത് പോയിസണാണ്. എന്നാൽ പ്രകൃതിയിലുള്ള ഒരു മെർക്കുറിയെ ഒരു സസ്യത്തിലൂടെ കയറ്റിവിട്ട് നമ്മൾ ആ ഫ്രൂട്ട് കഴിച്ചാൽ അത് ലിവിങ് ആണ്, ലിവിങ്, ജീവനുള്ളതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇക്കോളജി പഠിക്കുന്നവർക്കാണ് മനസ്സിലാവുക. പിടികിട്ടിയ കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നോക്കണേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എവിടെയുണ്ട് മെർക്കുറി എന്ന് നോക്കുക. സ്വാഭാവികമായി മെർക്കുറി എവിടെയാണ് ഉള്ളത് എന്ന് നോക്കുക. എന്നിട്ട് അത് ചൂട്ടിലിട്ട് കൊടുത്ത് ഒരു ചെടി വളർത്തിയാൽ ആ മെർക്കുറിയെ എഡിബിളുള്ള സ്വർണമാക്കി മാറ്റാൻ ഒരു സസ്യത്തിനാവില്ലേ? അങ്ങനെയാണെങ്കിൽ ആവും. അതിൻ്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മെർക്കുറി ഉള്ളത് കൽക്കരിയിലാണ്. കൽക്കരിയിൽ മെർക്കുറി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൽക്കരി എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മേളിലൊരു ചെടി വളർത്തണം. കൽക്കരിയിൽ ചെടി വളരില്ല. കൽക്കരിയുടെ കൂട്ടത്തിൽ എന്തുകൂടി ഇട്ടാൽ മതി? ആട്ടും കാട്ടവും കൂടി ഇട്ട് മിക്സ് ചെയ്താൽ പോരെ? കുറച്ച് മണ്ണും കൂടി ഇട്ട് ആട്ടും കാട്ടവും കൂടി മിക്സ് ചെയ്ത് ഞങ്ങൾ രണ്ടും കൂടി, ഞാനും ഗുരുക്കളും കൂടി ഓടി നടന്ന്, ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന് കൽക്കരി കിട്ടണം, എവിടെ നിന്നെങ്കിലും കൽക്കരി കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നടന്ന് കൽക്കരി കണ്ടുപിടിച്ചു. അതായത് ഇത് ചൂള, നീറ്റുന്ന ചൂളക്കാർ ഉപയോഗിച്ചിരിക്കുന്നത് കൽക്കരിയാണ്. ആ കൽക്കരി ഒരു ചാക്ക് മേടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് ആട്ടുംകാട്ടം, അത്രയും തന്നെ ആട്ടുംകാട്ടം ഇട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് 2 ഭാഗത്തിനാക്കി, രണ്ടിനകത്തും 2 പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. കൊലക്കാൻ പോകുന്നത് പൈനാപ്പിൾ. മനസ്സിലായില്ല? പൈനാപ്പിൾ കൊലക്കാൻ പോകുന്നു. ഉടനെ തന്നെ ആട്ടുംകാട്ടം. വളം വേണ്ടേ? ചെടിക്ക് വളരാനുള്ള വളം വേണ്ടേ? അതെടുത്തിട്ട് പോയാലും ഇല്ലേ, ഇത് പറഞ്ഞ പോലെ നമ്മുടെ നോളജ് കൊണ്ടുപോയില്ലല്ലോ, നമ്മൾ അടുത്തിടും. കിട്ടും. കൽക്കരി ആസിറ്റീസ് കിട്ടും നമുക്ക്. പണ്ട് കാലത്ത് ഏത്? ചാർക്കോളല്ല. ഈ ചാർക്കോൾ എന്ന് പറയുന്നത് മരക്കരിയാണ്. ദേഹത്ത് കൽക്കരി കിട്ടുന്ന സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. അവിടെ കാശ് കൊടുത്താൽ അവർ തരും. ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് കൽക്കരി വേണമെന്ന് പറഞ്ഞ് ഒരു ചാക്ക് കൽക്കരി ഞങ്ങൾക്ക് തന്നു. തൂക്കി അതിൻ്റെ വില കൊണ്ട് കൊടുത്തു.
ഇതിനകത്ത് മെർക്കുറി ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ഇതിനകത്ത് ഈ കൽക്കരിക്കകത്ത് മെർക്കുറി ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ഞാൻ കൊണ്ടുവന്ന് പറമ്പിൽ കുടഞ്ഞിട്ടത് പിറ്റേ ദിവസം രാവിലെ കാണുന്നത് ഓരോ കൽക്കരിയും ഗ്ലേസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളെ ഓരോ കൽക്കരിയുടെയും ചുറ്റും ഒരു കണ്ണാടി പോലെ ഇതാകുന്നുണ്ട്. മെർക്കുറി ഉണ്ടെന്ന് ഉറപ്പാണ്. സയൻറ്റിഫിക്കായിട്ടാണ് എനിക്ക് അറിവ് കിട്ടിയത് ഇതിനകത്ത് മെർക്കുറി ഉണ്ടെന്ന്. പക്ഷേ നമ്മുടെ കാഴ്ചയിൽ നമുക്ക് ബോധ്യം വന്നു ഇത്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് മെർക്കുറി ഉണ്ട്. ഡയമണ്ട് ആകും. കുറേ കടന്നാലാവില്ല. എനർജി ശേഖരിക്കണം. ഇപ്പോൾ ഒരു കൽക്കരി ഖനിയിലേക്ക് ഒരു ഇടി വെട്ടി ഇറങ്ങിയെന്നിരിക്കട്ടെ, അതിനകത്ത് ഇഷ്ടം പോലെ ഡയമണ്ടുകളുണ്ടാകും. കാരണം എനർജി കൂടുതൽ ശേഖരിക്കപ്പെട്ട കൽക്കരിയാണ് ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതലായിട്ട് എനർജി ശേഖരിച്ചു വെച്ചു, അത് ഡയമണ്ടായിട്ട് മാറും. ഇപ്പം നമുക്ക് കപ്പയ്ക്കകത്ത് കാർബൺ ഉണ്ടില്ലേ? കപ്പയുടെ അകത്ത് കാർബൺ ഉണ്ട്. ഗുണമുണ്ടാകുന്നു. ഇത് കുറേ എനർജി റിലീസ് ചെയ്തിട്ടിരിക്കുകയല്ലേ? ഡയമണ്ട് എനർജി ഉള്ളതല്ലേ? ഒരു എനർജിയോട് ചേർന്ന് നിന്നാൽ മോതിരങ്ങൾ ഇടുന്നതിന് ഓരോ പവിഴം, എന്താണ് മരതകം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളില്ലേ? അതെല്ലാം മെർക്കുറിയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനങ്ങളാണ്. മെർക്കുറി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരുന്നത് ഇതെല്ലാം. അത് ഭയങ്കരനൊരു നോളജായിരുന്നു. നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് പ്രധാനം. ഇനി അത് തിരിച്ചു പിടിക്കാം. ഇപ്പം നമ്മളിപ്പോൾ നോക്കണത് ഈ മെർക്കുറിയെ ദേഹസിദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. ദേഹത്തിന് ഗുണകരമാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്കിതിനെ ഇപ്പോൾ പൈനാപ്പിൾ വളർന്നിട്ടുണ്ട്. ആ പൈനാപ്പിൾ എടുത്തിട്ട് തിന്നാമോ? തിന്നരുത്. ലാബിൽ കൊടുത്ത് പരിശോധിക്കണം. മനസ്സിലായില്ലേ? ലാബിൽ കൊടുത്ത് പരിശോധിക്കണം. ഇത് എഡിബിളാണോ? ടോക്സിസിറ്റി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ കഴിച്ചാൽ ചിലപ്പോൾ തട്ടിപ്പോവും. അപ്പോൾ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് അതിൻ്റെ ടോക്സിസിറ്റി എഡിബിളാണോ ഇല്ലെന്ന് പരിശോധിച്ചിട്ട് കഴിച്ചു നോക്കുക. അങ്ങനെ അത് കൺവേർട്ട് ചെയ്യുന്നത് മിക്കവാറും അതൊരു സ്വർണമായിരിക്കും. അതായത് പൈനാപ്പിൾ മെർക്കുറിയെ എന്താക്കി മാറ്റും? സ്വർണമായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. ബ്രെയിനിന് വേണ്ടത് സ്വർണമാണ്. സ്വർണം. പൈനാപ്പിൾ ജ്യൂസ് പൈനാപ്പിൾ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? വേറെ എന്തും തിരഞ്ഞെടുത്തില്ല. അതായത് ബ്രോമാലിൻ എന്ന് പറയുന്ന ഒരു സാധനം, ബ്രോമിൻ, അതിന് പൈനാപ്പിളിലുള്ളതാണ്. അത് റിയലി അതൊരു പോയിസണാണ്. പക്ഷേ പൈനാപ്പിളിൽ വരുമ്പോൾ എഡിബിളാണ്. അതുകൊണ്ടാണ് പൈനാപ്പിൾ തിരഞ്ഞെടുക്കാൻ കാരണം. മനസ്സിലായില്ലേ? ബ്രോമിൻ എന്ന് പറയുന്ന ആ ഒരു സാധനം ആക്ച്വലി പോയിസണാണ്. പക്ഷേ അത് പൈനാപ്പിളിൽ വരുമ്പോൾ എഡിബിളായി പൈനാപ്പിൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൈനാപ്പിൾ ഗുണകരമാവില്ലേ? ആ ഒരു ആലോചനയിലാണ് നമ്മൾ പൈനാപ്പിൾ വെച്ചത്. അത് മാത്രമല്ല കൂവളത്തിൻ്റെ പ്രത്യേകത എന്താ? കൂവളം ദിവ്യ വൃക്ഷമായി ആരാധിക്കാനുള്ള കാരണം എന്താ? കൂവളം എനർജിയും സന്ദേശവും കൂടുതൽ ശേഖരിക്കാനുള്ള ആൻറ്റിനയുണ്ട്. അതിന് മുള്ളുണ്ട്. അതിൻ്റെ ഇലയുടെ ഡിസൈൻ തൃശ്ശൂലത്തിൻ്റെതാണ്. ഇലയുടെ ശിവനിടുന്നതാണ് കൂവളമാല. അതായത് അതിൻ്റെ ഇല തൃശ്ശൂലമാണ്. അതിൻ്റെ മുള്ള് എനർജി, പ്രപഞ്ച സന്ദേശം സ്വീകരിക്കാൻ കഴിവുള്ളതാണ്. ആ പ്രപഞ്ച സന്ദേശം മുള്ളിലൂടെ സ്വീകരിച്ചിട്ട് അതിൻ്റെ ഇലയിലെ ഓക്സിജനിലൂടെ നമുക്ക് തരും. അതുകൊണ്ടാണ് കൂവളത്തിനെ ആരാധിക്കാൻ കാരണം. കൂവളത്തിനെ എന്തുകൊണ്ട് ആരാധിക്കണമെന്ന് അറിയില്ല. അതിനെ ആരാധിക്കാനുള്ള കാരണം ഇതാണ്.
അതായത് ഇല മാത്രം നമ്മൾ നേരത്തെ പഠിച്ചത് ഇല ശേഖരിക്കുമെന്നാണ്. കൂള എന്തുകൂടി ശേഖരിക്കും? ആ എനർജി കൂടി അതിൻ്റെ ആൻറ്റിന, ഓരോ മുള്ളും ഓരോ ആൻറ്റിനയാണ്. അങ്ങനെയാണെങ്കിൽ പൈനാപ്പിളിന് എത്ര ആൻറ്റിന ഉണ്ടാകും? ഒരു പൈനാപ്പിളിൻ്റെ ഒരിലയിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ആൻറ്റിനയുണ്ട് ഇല്ലേ? അങ്ങനെ എത്രയോ ഇലയുണ്ട് അത് എല്ലാം സ്വീകരിക്കാൻ. അതുകൊണ്ടാണ് പൈനാപ്പിളിനെ നമ്മൾ സെലക്ട് ചെയ്യാൻ കാര്യം അതാണ്. അതായത് 2-3 ഘടകങ്ങൾ അതിനകത്തെടുത്തു. ഈ ബ്രോമാലിനെ, അതായത് ഒരു വിഷത്തെ എഡിബിളാക്കി മാറ്റാനുള്ള കഴിവുള്ള ഒരു സസ്യം, എനർജി കൂടുതൽ പിടിച്ചെടുക്കാൻ കഴിവുള്ള, മുള്ളുകൾ ഏറ്റവും കൂടുതലുള്ള. അപ്പോഴാണ് മോഡേൺ സയൻസ് ഒരു കാര്യം ചെയ്തു, മുള്ളില്ലാത്ത പൈനാപ്പിൾ ഉണ്ടാക്കാൻ. മനസ്സിലായില്ലേ? ഒരു കണ്ടുപിടുത്താണ്. ഏടാ മുള്ളില്ലാത്ത നേരത്തെ ഉള്ളത് പുതിയ ഇവരുടെ ഒരു ഉണ്ടായിരുന്നോ? മുള്ളില്ലാത്ത ഉണ്ടോ? മുള്ളില്ലാത്ത സ്വാഭാവികമായ മുള്ളില്ലാത്ത ഉണ്ടോ? ഞാൻ 2.5-3 കിലോ തന്നെ പൈനാപ്പിൾ ഉള്ളതല്ലേ? അത് സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത സാധനം. മനസ്സിലായില്ലേ? മോഡേൺ സയൻസ് 100-250 വർഷമായി അവർ ഡെവലപ്പ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മുടെ പൈനാപ്പിൾ, സ്വാഭാവികമായ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ മുള്ളുള്ള 2 ഇനം പൈനാപ്പിളാണ് ഉണ്ടായിരുന്നത്. അത് ചുവന്ന പഴം ഉണ്ടാകുന്ന പൈനാപ്പിളും മഞ്ഞ നിറം വരുന്ന പൈനാപ്പിളും, ഈ 2 വിധത്തിലുള്ളതാണ്. ഇത് മോഡേൺ സയൻസ് അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് ഹൈബ്രിഡ് ഉണ്ടാക്കുന്നത് പോലെ മുള്ളില്ലാത്തത് ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ അത് നിങ്ങളൊന്ന് വളർത്തി നോക്കി. ഞാൻ കൊണ്ടുവന്ന് വെച്ചു, മുള്ളില്ലാത്ത കൊണ്ടുവന്ന് വെച്ചു. സ്വാഭാവികമായി വളരാൻ വിട്ടാൽ പതുക്കെ അതിന് മുള്ളു തന്നെ കാണാം. നിങ്ങൾ സ്വാഭാവികമായി വളർത്താൻ വിട്ടാൽ അത് മുള്ളുള്ളതായി മാറും. നമ്മളുടെ വീട്ടിലെ കണ്ടിച്ചേമ്പില്ലേ, കണ്ടിച്ചേമ്പ് നിങ്ങൾ സ്വാഭാവികമായി വളരാൻ വിട്ട് അതെന്താകും? മാറാമ്പാകും. മാറാമ്പെന്ന് പറഞ്ഞ സാധനമില്ലേ? ചേമ്പ് ഡെവലപ്പ് ചെയ്ത് വന്നത് മാറാമ്പിൽ നിന്നാണ്. അത് ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്, അതിന് കിഴങ്ങും ഉണ്ടാവില്ല. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എത്രയോ കണ്ടിച്ചേമ്പ് മാറാമ്പായി എന്നറിയാമോ? സ്വാഭാവിക കൃഷിയിലേക്ക് പോകുമ്പോൾ ഈ മാതിരി കുഴപ്പങ്ങൾ കൂടി ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. അതായത് തിന്നാൻ കൊള്ളാവുന്ന ഒന്നല്ലാതായി അത് മാറും. നമ്മളെടുത്ത് അതിനെ താലോലിച്ച് നമുക്ക് വേണ്ട വിളവുണ്ടാക്കി കണ്ടിച്ചേമ്പായിട്ട് വളർന്ന് ഒരു 3-4 തലമുറ കണ്ടിച്ചേമ്പ് മാന്തി എടുത്ത ചേമ്പ് ഇന്ന് വന്നാൽ നിങ്ങൾക്ക് കാണാം മാറാമ്പായിട്ട് അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ അടിയിൽ വളം കൊടുക്കണില്ല ആണ്. നമ്മൾ വളം കൊടുക്കാതെ സ്വാഭാവികമായിട്ട് വളരാനും കിട്ടും. മാറാമ്പ് അതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഇല കണ്ടാൽ വ്യത്യാസം അറിയാം. ഇപ്പം എനിക്ക് മാറാമ്പും കണ്ടിച്ചേമ്പും കണ്ടാൽ എനിക്ക് തിരിച്ചറിയാം. പറ്റില്ല, ചൊറിച്ചിൽ, ഭയങ്കര ചൊറിച്ചിലാണ്. ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തെടുത്ത് നമ്മളുടേതാക്കി മാറ്റിയ ഒരു വർഗ്ഗമാണ് എല്ലാം, ഒട്ടുമിക്കത്. അത് ഇപ്പോൾ കാട്ടിൽ പ്ലാവ് 60 കിലോ ഉള്ള ചക്ക ഉണ്ടാവുമോ? ഉണ്ടാവില്ല. മുരണ്ടതും ചെറിയ ചക്കകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളെ കയ്യിൽ പ്ലാവിനെ കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന് വേണ്ടതെല്ലാം കൊടുത്ത് വേറുള്ള സസ്യങ്ങളുടെ കോമ്പറ്റീഷൻ ഒഴിവാക്കി നിർത്തി കൊടുത്തപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്.